ഹലോ നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 55 വയസ്സിന് ശേഷം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അത് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യായാമം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. അപ്പോൾ ഒരു 55 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു സംശയമാണ്, വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്കൊരല്പം ഏജ് ആയി കഴിയുമ്പോൾ നമുക്കൊരു സംശയം വരും. നമ്മൾ ഏത് തരം വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ എന്നെ കൊണ്ട് ഇതിനൊക്കെ പറ്റുമോ, വ്യായാമം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ വരും, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെയെല്ലാം മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു നല്ല വ്യായാമത്തിൻ്റെ പദ്ധതി, ഒരു വർക്കൗട്ട് പ്ലാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും നമ്മളൊരു 55 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ വ്യായാമം എന്ന് പറയുന്നത് വെറും നടത്തം മാത്രമായിട്ട് ഒതുക്കുകയാണ് പലരും ചെയ്യുന്നത്. നടക്കാൻ പോകുന്ന വഴി നമുക്ക് നല്ല വ്യായാമം കിട്ടും എന്നാണ് പലരുടെയും ഒരു വിചാരം. എങ്കിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി. കാരണം നടത്തം എന്ന് പറയുന്നത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കംപ്ലീറ്റ് എക്സസൈസ് അല്ല നടത്തം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു വർക്കൗട്ട് പ്ലാൻ റെഡിയാക്കി ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആഴ്ചയിൽ 6 ദിവസമായിട്ട്, 7 ദിവസം എന്നുള്ളത് നമ്മൾ 6 ദിവസത്തെ ഒരു വർക്കൗട്ട് പ്ലാൻ നമ്മൾ കണ്ടെത്തുന്നു. അതാണ് ചെയ്യേണ്ടത്. അപ്പം ഇതിനകത്ത് നമ്മൾ 4 ദിവസം നമ്മൾ സ്ട്രെങ്ത് ആൻഡ് ബാലൻസ് എക്സസൈസുകളാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? സ്ട്രെങ്ത് നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും അതേ കണക്ക് തന്നെ നിങ്ങളുടെ ബാലൻസിനെയൊക്കെ, ബോഡി ബാലൻസിനെയൊക്കെ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്ന വ്യായാമങ്ങളാണ് നമ്മൾ 4 ദിവസം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം എന്താണ് ഈ സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് നിങ്ങൾ ചോദിക്കും. എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് ഓക്കെ, നിങ്ങളുടെ സംശയമായിരിക്കും അത്. അപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങളുടെ ലോവർ ബോഡിയെ സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു എക്സസൈസ് എന്ന് പറയുന്നത് സ്ക്വാട്ട് എന്ന് പറയുന്ന എക്സസൈസ് ആണ്. ഓക്കെ, അപ്പോൾ സ്ക്വാട്ട് നിങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു എക്സസൈസ് ആണ്. ഞാൻ തന്നെ പല വീഡിയോയിലും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്വാട്ടിൻ്റെ ഫുൾ ഫോമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, വളരെ നല്ലതാണ്. അതല്ല, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചെയർ സ്ക്വാട്ട് ചെയ്യാം. ഓക്കെ, ഒരു കസേര എടുത്ത് വെച്ചിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് സ്ക്വാട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലോവർ ബോഡി കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്. നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ, അതിനൊക്കെ ഹാംസ്ട്രിങ്, അതേപോലുള്ള ഹിപ്പ് മസിൽസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ലോവർ ബോഡിക്ക് നല്ലൊരു സ്ട്രെങ്ത് കിട്ടാനും അത് സഹായിക്കും. അതേപോലെ തന്നെ ലോവർ ബോഡിയെ സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു എക്സസൈസ് സ്റ്റാൻഡിങ് കാഫ് റൈസ്, അല്ലെന്നുണ്ടെങ്കിൽ സിറ്റിംഗ് കാഫ് റൈസ് ആണ്. നിങ്ങളുടെ കാഫ് മസിൽസിനെ സ്ട്രോങ് ആക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് വാൾ പുഷപ്സ് എന്ന് പറയുന്ന രീതി, ആ ഒരു എക്സസൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഫുൾ ഫോമിൽ നിങ്ങൾക്ക് പുഷപ്സ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീ പുഷപ്സ് പരിശീലിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ബെഡിൽ എവിടെയെങ്കിലും കൈകുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പുഷപ്സ് ചെയ്യാം, ഇൻക്ലൈൻ പുഷപ്സ് ചെയ്യാം. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് പുഷപ്സ് പോലുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചെയറിൽ തന്നെ ഇരുന്നുകൊണ്ട് ലെഗ് എക്സ്റ്റൻഷൻ പോലുള്ള എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. അതേ കണക്ക് തന്നെ റെസിസ്റ്റന്റ് ബാൻഡ്, നിങ്ങൾക്ക് റെസിസ്റ്റന്റ് ബാൻഡ് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ആ റെസിസ്റ്റന്റ് ബാൻഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ബോഡിക്കുള്ള സ്ട്രെങ്ത് ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് പറയാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റെസിസ്റ്റന്റ് ബാൻഡ് കൊണ്ടുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കത് ചെയ്ത് കാണിച്ചു തരാം. ഞാനത് ചെയ്ത് കാണിച്ചു തരാം, നിങ്ങളുടെ ഫുൾ ബോഡിക്കും റെസിസ്റ്റന്റ് ബാൻഡ് കൊണ്ട് എങ്ങനെ വ്യായാമം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആഴ്ചയിൽ 4 ദിവസം നിങ്ങളുടെ ബോഡി ബാലൻസ് വർദ്ധിപ്പിക്കുവാനും സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനുള്ള വ്യായാമങ്ങൾ ചെയ്യുക. 2 ദിവസം നിങ്ങൾക്ക് നടക്കാൻ പോകാം. ഓക്കെ, നിങ്ങൾക്ക് ചെറുതായിട്ട് ജോഗിങ്ങിന് പോകാം, നിങ്ങൾക്ക് നടക്കാൻ പോകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നടക്കാൻ പോകുന്ന വഴി നിങ്ങളുടെ ഹൃദയാരോഗ്യമൊക്കെ കൂടുതൽ മെച്ചപ്പെടും. ഓക്കെ, നിങ്ങളുടെ ലോവർ ബോഡി സ്ട്രെങ്തനിങ്ങിന് നടത്തം വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹൃദയാരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുവാനും ഈ നടത്തം നിങ്ങളെ സഹായിക്കും. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് നടത്തം പോലുള്ള കാര്യങ്ങളിലോട്ട് പോകാം. 4 ദിവസം
നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ സ്ട്രെങ്ത് ആൻഡ് ബാലൻസ് എക്സസൈസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഒരുപാട് വ്യായാമങ്ങളുണ്ട്, സ്ട്രെങ്ത് എക്സസൈസുകൾ ഒരുപാടുണ്ട്. നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വെള്ളം ധാരാളമായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വ്യായാമത്തിന് മുമ്പായിട്ട് നിങ്ങൾ 5 മിനിറ്റ് നിങ്ങൾ വാമപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. വാമപ്പ് നിങ്ങൾ മുടക്കരുത്. വാമപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ വ്യായാമങ്ങളിലോട്ട് പോവുക. ഓക്കെ, അപ്പം വാമപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, വാമപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വാമപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ വ്യായാമങ്ങളിലോട്ട് കിടക്കുക. അതേ കണക്ക് തന്നെ വ്യായാമം ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ട്രെച്ചിങ് ആൻഡ് കൂൾ ഡൗൺ കൂടി ചെയ്യുക ഒരു 5 മിനിറ്റ്. അപ്പം അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. സ്ട്രെച്ചിങ് ആൻഡ് കൂൾ ഡൗൺ കൂടി ചെയ്യണം. നിങ്ങളുടെ മസിൽ റിലാക്സേഷനൊക്കെ അത് വളരെ നല്ലതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 4 ദിവസം നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനുള്ള എക്സസൈസുകൾ ചെയ്യുക. 2 ദിവസം നിങ്ങൾ കാർഡിയോ അല്ലെന്നുണ്ടെങ്കിൽ വാക്കിംഗ് പോലുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങൾ പോവുക. അതിനിടയ്ക്ക് നിങ്ങൾ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം, പ്രത്യേകിച്ചും സൺഡേ നമുക്ക് കൂട്ടാം, സൺഡേയിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് കൊടുക്കുക. ബോഡിക്ക് ഒരു റെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അന്ന് യാതൊരു വ്യായാമങ്ങളും ചെയ്യേണ്ട, നിങ്ങൾക്ക് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാവുന്നതാണ്. അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള ഒരു വർക്കൗട്ട് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.